ഈ മാർക്ക് കുറയാനുള്ള പ്രധാന കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ വീണ്ടും 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 ആ മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യുന്നതാ. റീനീറ്റ് എക്സാം എഴുതാൻ പോകുന്ന 25 ലക്ഷം കുട്ടികളോടും ഇപ്പൊ എന്ത് ചെയ്യാൻ ചോദിച്ചാൽ അവർ പറയാ, ഞങ്ങൾ പഠിക്കുന്നുണ്ട്, ഞങ്ങൾ റിവൈസ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ മോക്ക് എക്സാം എഴുതുന്നുണ്ടെന്നായിരിക്കും പറയാ. ഈ 3 കാര്യങ്ങളായിരിക്കും ഒട്ടുമിക്ക കുട്ടികൾ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. എന്നിട്ടും ചിലർക്ക് നല്ല മാർഗാണ്, ചിലർക്ക് മാർക്ക് കുറവാണ്. ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ്, ഈ സമയങ്ങളിൽ 400, 500, 600 എത്ര മാർക്ക് കിട്ടുന്ന കുട്ടികളാണെങ്കിലും ഈ സമയം റിവൈസ് ചെയ്യണം, മോക്ക് എക്സാം എഴുതണം, റിവൈസ് ചെയ്യണം, മോക്ക് എക്സാം എഴുതണം. ഞാൻ പറഞ്ഞ കാര്യമാ. ഈ മോക്ക് എക്സാം എന്ന് പറഞ്ഞാൽ ഒരു റിവിഷൻ എക്സാമാ. അതിൽ 180 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 100 ക്വസ്റ്റ്യൻ നമുക്ക് അറിയുന്നുണ്ടാവുള്ളൂ. ബാക്കി 80 ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പൊ 180 സോൾവ് ചെയ്യാൻ പറ്റും. പലരും ചെയ്യുന്നത് അങ്ങനല്ല. ഇതിനെ റിവിഷൻ എക്സാം ആയിട്ടല്ല കണക്കാക്കുന്നത്. പലരും ഒരു മോക്ക് എക്സാമിനെ തന്നെ റീനീറ്റ് എക്സാം ആയിട്ടാണ് പരിഗണിക്കുക. ആ മോക്ക് എക്സാമിൽ ചിലപ്പോൾ 400 മാർക്ക് കിട്ടി കാണുള്ളൂ. പലരും എനിക്ക് 400 ഉള്ളൂ, എനിക്ക് റീനീറ്റിൽ എവിടെയും എത്താൻ കഴിയുന്നില്ല, ഞാൻ തോറ്റുപോയി എന്ന് കരുതി ഡിപ്രഷൻ അടിച്ചിരുന്ന് ടൈം വേസ്റ്റ് ചെയ്യുന്നവരാണ് മാർക്ക് കുറഞ്ഞവരിൽ മിക്കവരും. ചിലരുണ്ട് മാർക്ക് കുറവാ, എനിക്ക് 450 ഉള്ളൂ, അടുത്ത എക്സാമിൽ എനിക്ക് ഇമ്പ്രൂവ് ആകണം, 500 എത്തണം, 550 എത്തണം എന്ന് കരുതി മുമ്പോട്ട് പഠിക്കുന്ന ഒരു കൂട്ടം കുട്ടികളുണ്ട്. മാർക്ക് എത്ര ആയിക്കോട്ടെ അവർ അതിന് മൈൻഡ് ചെയ്യാതെ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്ത് മുമ്പോട്ട് പഠിക്കാൻ ശ്രമിക്കുന്ന കുട്ടികളുണ്ട്. അതൊരു കാറ്റഗറി കുട്ടികളാ. അവരാണ് മക്കളെ കയറി വരിക. അല്ലാതെ ഒരു എക്സാം കഴിയുമ്പോൾ 400 ഉള്ളൂ, 450 ഉള്ളൂ, 300 ഉള്ളൂ, ഞാൻ എക്സാമിൽ തോറ്റുപോയി, ഞാൻ ബുക്ക് അടച്ചു വെക്കുക, ഞാൻ ഡിപ്രഷൻ അടിക്കുക, ഞാൻ ടൈം കളയാ എന്ന് ചിന്തിക്കുന്ന കുട്ടികളാണ് എവിടെയും എത്താതെ പോകുന്നത്. നിങ്ങൾ വീണ്ടും 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 ആ മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യാണ്, വീണ്ടും വീണ്ടും നിങ്ങൾ വിഷമിക്കുകയാണ്, വീണ്ടും വീണ്ടും നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യാണ്. ഗൈസ്, ഇങ്ങനെ ചെയ്യുന്നവരോട് ഞാൻ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, സ്റ്റോപ്പ്. മോക്ക് എക്സാം ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഡിപ്രഷൻ അടിക്കുന്ന നിർത്തും മക്കളെ. മോക്ക് എക്സാം കഴിഞ്ഞാൽ അതിലെ 180 ക്വസ്റ്റ്യൻ കിട്ടണമെന്ന മനോഭാവത്തോടെ എക്സാം എഴുത്. അതിലെ മാർക്ക് എത്ര കുറവായിക്കോട്ടെ അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. അതിൽ കിട്ടാത്ത ക്വസ്റ്റ്യന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി അതേപോലെ ഒരു ക്വസ്റ്റ്യൻ മെയിൻ എക്സാമിന് വന്നാൽ ഞാൻ എഴുതുമെന്ന് കരുതി മുമ്പോട്ട് പഠിച്ചു പോവാ. മോക്ക് എക്സാം ഒരു റിവിഷൻ എക്സാം മാത്രമാണ്. നിങ്ങളുടെ ഫൈനൽ മാർക്ക് അതിൽ നമുക്ക് പറയാൻ പറ്റുമോ? ചിലപ്പോൾ ഒരു കുട്ടി എടുത്ത എക്സാം അത്ര സിമ്പിൾ ആയിരിക്കും, അവർക്ക് 720, 650 ഒക്കെ കാണും. നിങ്ങളെടുത്ത മോക്ക് എക്സാം അടുത്ത ടഫ് എക്സാം ആയിരിക്കും, അപ്പൊ നിങ്ങൾക്ക് മാർക്ക് കുറയും. ഒരു മോക്ക് എക്സാം കൊണ്ട് നിങ്ങളുടെ ഫൈനൽ റീനീറ്റ് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല മക്കളെ. എനിക്ക് അതേ പറയാനുള്ളൂ. ഒരുപാട് മോക്ക് എക്സാം നിങ്ങൾ എടുക്കണം. അതിൽ പലതിലും മാർക്ക് കുറവാന്ന് കരുതി നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട. എപ്പോഴും മോക്ക് എക്സാം എടുക്കുമ്പോൾ അത്യാവശ്യം ലെവൽ പേപ്പറുള്ള ക്വസ്റ്റ്യൻസ് വെച്ച് വേണം മോക്ക് എക്സാം എടുക്കാൻ മക്കളെ. ആരും വിഷമിച്ചിരിക്കേണ്ട. ഒരു മോക്ക് എക്സാമിൽ തോറ്റുപോയെന്ന് കരുതി അല്ലെ മാർക്ക് കുറഞ്ഞെന്ന് കരുതി എവിടെ നിങ്ങൾ ഫൈനൽ റീനീറ്റിന് MBBS നല്ല മാർഗമൊന്നും കിട്ടില്ലെന്ന് എവിടെ നമുക്ക് ഉറപ്പിച്ച് വെക്കാൻ പറ്റില്ല മക്കളെ. അപ്പൊ ഈ മിസ്റ്റേക്ക് നിങ്ങൾ എന്ന് തിരുത്തുന്നോ അന്നാലേ മുമ്പോട്ട് ജയിക്കാൻ പറ്റുള്ളൂ. വീണ്ടും വീണ്ടും വിഷമിച്ചിരുന്നാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ആരും നിങ്ങളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പോകുന്നില്ല മക്കളെ. ഒരു കാര്യം ഓർക്കുക, മോക്ക് എക്സാം വഴി എത്രത്തോളം പഠിച്ചു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുക, അല്ലാതെ മാർക്ക് കൂട്ടാൻ വേണ്ടിയല്ല. മോക്ക് എക്സാം കഴിഞ്ഞാൽ അതിലെല്ലാ ക്വസ്റ്റ്യനും കണ്ടുപിടിച്ച ശേഷം മാർക്ക് കൂട്ടാൻ നോക്കുക. ഓക്കെ, എനിക്ക് ഇതേ പറയാനുള്ളൂ. നിങ്ങൾ ഇവിടുത്തെ റീനീറ്റിന് ആരോടും ഒരു കോമ്പറ്റീഷൻ വേണ്ട. അതിലെ 150 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ 150 ക്വസ്റ്റ്യൻ ഞാൻ സോൾവ് ചെയ്യും എന്ന മനോഭാവത്തോടെ നിങ്ങൾ തുടർന്ന് പഠിക്കാൻ നോക്കുക. വേറെ ആരോടും കോമ്പറ്റീഷൻ വേണ്ട, ആ പേപ്പറിനോടാണ് നിങ്ങളുടെ കോമ്പറ്റീഷൻ. ഒരു നീറ്റ് എക്സാമിന് പോകുമ്പോൾ 180 ക്വസ്റ്റ്യൻ ഉണ്ട് അതിനകത്ത്. ആ 180 ക്വസ്റ്റ്യനോടായിരിക്കണം നിങ്ങളുടെ കോമ്പറ്റീഷൻ. ആ 180 ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടുന്നതായിരിക്കണം. ആ 180 ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്യാൻ പറ്റണം, എനിക്ക് അറിയുന്നതായിരിക്കണം. ആ ലെവലിൽ നിങ്ങൾ ഈ ദിവസം പഠിക്കാൻ ശ്രമിക്കുക. ആ 180 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണമെന്ന വാശിയോടെ ഇനിയുള്ള 10, 15, 2 ആഴ്ച സമയമുണ്ടല്ലോ, ആ സമയം നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക മക്കളെ. വീണ്ടും വീണ്ടും മിസ്റ്റേക്ക് ആവർത്തിച്ച് റിഗ്രറ്റ് ചെയ്യരുത്, വിഷമിക്കരുത്, ടൈം വേസ്റ്റ് ചെയ്യരുത്. സോഷ്യൽ മീഡിയ ഒന്നും ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല സാർ, ഞങ്ങൾ ടൈം വേസ്റ്റ് ആക്കുന്നില്ല സാർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എത്രയൊക്കെ പഠിക്കാനിരുന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമമുണ്ടെങ്കിൽ, മാർക്ക് കുറഞ്ഞതിൻ്റെ വിഷമമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൃത്തിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. മോക്ക് എക്സാമിലൂടെ എത്രമാത്രം പഠിച്ചു എന്ന് നിങ്ങളെ തന്നെ വിലയിരുത്താൻ ഉപയോഗിക്കുക. നിങ്ങളുടെ ഫൈനൽ മാർക്ക് റീനീറ്റ് ജൂൺ 21 ഫൈനൽ നീറ്റിൻ്റെ എക്സാം റിസൾട്ട്, ആ മാർക്ക് ഈ മോക്ക് എക്സാമിലൂടെ ഒരിക്കലും നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റില്ല. ഗൈസ്, വീണ്ടും ആ മിസ്റ്റേക്ക് ചെയ്യരുത്. കമോൺ ഗൈസ്.